ഒരിക്കൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് പെരുമ കെട്ടിരുന്ന ബ്രിട്ടന്റെ സാമ്പത്തിക അടിത്തറ അവർ പിടിച്ചടക്കിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളായിരുന്നു. എന്നാൽ കാലചക്രം തിരിയുമ്പോൾ അതേ ബ്രിട്ടനിലെ ഏറ്റവും വലിയ തുറമുഖ കമ്പനിയുടെ നിയന്ത്രണാവകാശം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനി നയിക്കുന്ന അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പിന്റെ പോർട്ട് ഓപ്പറേഷൻ കമ്പനിയായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ബ്രിട്ടനിലെ പ്രമുഖ തുറമുഖ ഓപ്പറേറ്ററായ അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കാൻ നീക്കം നടത്തുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്പനിയുടെ 63.9% വരുന്ന വലിയൊരു പങ്ക് ഓഹരികൾ സ്വന്തമാക്കാനാണ് അദാനി ഗ്രൂപ്പ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 21 തന്ത്രപ്രധാന തുറമുഖങ്ങളുടെ നിയന്ത്രണം നിലവിൽ അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സിനാണ്. ബ്രിട്ടന്റെ മൊത്തം സമുദ്ര വ്യാപാരത്തിന്റെ കാൽഭാഗവും, അതായത് 25%, കൈകാര്യം ചെയ്യുന്നത് ഈ തുറമുഖ ശൃംഖലയിലൂടെയാണ്. ബ്രിട്ടന്റെ ഏറ്റവും വലിയ കയറ്റുമതി തുറമുഖമായ സതാംപ്ടൺ, ചരക്കുനീക്കത്തിൽ മുന്നിൽ നിൽക്കുന്ന എമിംഗ്ഹാം, ഹംബർ തുടങ്ങിയ പ്രമുഖ സമുദ്രപാതകളെല്ലാം അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ് ഈ തുറമുഖങ്ങളെന്ന് വിശേഷിപ്പിക്കാം. കമ്പനിയിൽ 34% ഓഹരിയുള്ള കാനഡ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡും 33% ഓഹരിയുള്ള ഒന്റാറിയോ മുനിസിപ്പൽ എംപ്ലോയീസ് റിട്ടയർമെന്റ് സിസ്റ്റവും തങ്ങളുടെ കയ്യിലുള്ള ഓഹരികൾ വിറ്റഴിക്കാൻ ബാങ്കർമാരെ ചുമതലപ്പെടുത്തിയതാണ് അദാനിക്ക് വഴി തുറന്നത്. ഈ രണ്ട് കനേഡിയൻ പെൻഷൻ ഫണ്ടുകളിൽ നിന്നായി 63.9% ഓഹരികൾ ഒറ്റയടിക്ക് വാങ്ങി കമ്പനിയുടെ പ്രധാന നിയന്ത്രണാവകാശം സ്വന്തമാക്കാനാണ് അദാനി പോർട്സ് ശ്രമിക്കുന്നത്. സിംഗപ്പൂരിന്റെ GIC, കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ റെൻ ഹൗസ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ വൻകിട നിക്ഷേപകരാണ് കമ്പനിയിലെ മറ്റ് പ്രധാന ഓഹരി ഉടമകൾ. അദാനി ഗ്രൂപ്പിന്റെ കീഴിലാണ് വിഴിഞ്ഞം മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനിടെയാണ് പുതിയ നീക്കം. വാർത്തകൾ പുറത്തുവന്നതോടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദാനി പോർട്സ് ഔദ്യോഗികമായി പ്രതികരിച്ചു. വാർത്തകൾ പൂർണ്ണമായും തള്ളിക്കളയാനോ സ്ഥിരീകരിക്കാനോ അദാനി ഗ്രൂപ്പ് തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. കമ്പനിയുടെ ദീർഘകാല തന്ത്രങ്ങൾക്കും ഓഹരി ഉടമകളുടെ താൽപ്പര്യങ്ങൾക്കും അനുയോജ്യമായ അവസരങ്ങൾ എപ്പോഴും വിലയിരുത്താറുണ്ടെന്നും വിപണിയിലെ ഊഹാപോഹങ്ങളോട് പ്രതികരിക്കാറില്ലെന്നുമാണ് അദാനി പോർട്സ് ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമാനുസൃതമായി നൽകേണ്ട വിവരങ്ങൾ യഥാസമയം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അറിയിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സ്ഥാപനമായി മാറുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന അദാനി ഗ്രൂപ്പിന് ബ്രിട്ടനിലെ ഈ നിക്ഷേപം നിർണായകമാകും. കഴിഞ്ഞ വർഷം 4.5 കോടിയോളം മെട്രിക് ടൺ ബൾക്ക് ചരക്കുകൾ കൈകാര്യം ചെയ്ത അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സ് 90,000 കോടിയിലധികം രൂപ വരുമാനവും നേടിയിരുന്നു. കപ്പലുകളുടെ നിരക്കുകൾക്ക് അതീതമായി ഉപഭോക്താക്കളുമായുള്ള കരാറുകളിലൂടെ നിശ്ചിത തുക വരുമാനമായി ഉറപ്പു നൽകുന്ന ബിസിനസ് മോഡലാണ് അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സിൻ്റേത്. കൂടാതെ ബ്രിട്ടന്റെ കടലിലെ കാറ്റാടിപ്പാടങ്ങൾ വരെയുള്ള ഊർജ്ജ ഉൽപ്പാദന മേഖലയിലെ പകുതിയിലധികം പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും ഈ കമ്പനിയാണ്. ഇന്ത്യയിൽ നിലവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, മുന്ദ്ര പോർട്ട് തുടങ്ങി 15ഓളം പ്രമുഖ തുറമുഖങ്ങൾ അദാനി ഗ്രൂപ്പ് വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്.